ഇനി ഒരക്ഷരം എൻ്റെ പെണ്ണിനെപ്പറ്റി നിങ്ങളുടെ പുഴുത്ത നാവിൽ നിന്ന് ഞാൻ കേട്ടാൽ കൊന്നുകളയും ഞാൻ. അവൻ ദേഷ്യം കൊണ്ട് വിറച്ചു. അവൻ്റെ ദേഷ്യം കണ്ട് അവർക്ക് പേടി തോന്നിയെങ്കിലും വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായിരുന്നില്ല. ഏതാടി ഇവൻ? ഇവൻ്റെ കൂടെയായിരുന്നോ ഇത്രയും ദിവസം? ചുമ്മാതല്ല ഇങ്ങോട്ട് കെട്ടിയെടുക്കാഞ്ഞ്. സുഖിച്ചു കഴിയുമായിരുന്നു കാണും ഇവൻ്റെ കൂടെ. അല്ലെങ്കിലും ആണുങ്ങളെ മയക്കാനുള്ളതൊക്കെ കയ്യിലും ശരീരത്തിലും ഉണ്ടല്ലോ. അവർ വാശിയോടെ പറഞ്ഞതും ജോ വീണ്ടും അവരെ ആഞ്ഞടിച്ചു. എൻ്റെ അമ്മയുടെ പ്രായം കാണും നിങ്ങൾക്ക്. മൂത്തവരെ തല്ലുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. പിന്നെ ഇത് നിങ്ങൾക്കിപ്പോൾ ഞാൻ തന്നില്ലെങ്കിൽ എൻ്റെ പെണ്ണിനെ സംരക്ഷിക്കാൻ പറ്റാത്തവനായി പോകും ഞാൻ. പിന്നെ ഇവൾ സുഖിച്ചു കഴിയുന്നുണ്ടെങ്കിൽ അത് അവളുടെ ഭർത്താവിൻ്റെ കൂടെയാണ്. എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവ് സുഖമൊന്നും തരുന്നില്ലേ? അതിൻ്റെ അസൂയയാണോ നിങ്ങൾക്ക്? ഇവൾ സുഖിച്ചു കഴിയുന്നുണ്ടെങ്കിലും നിങ്ങൾക്കതിന് കഴിയുന്നില്ലെങ്കിലും അത് എൻ്റെ കഴിവും നിങ്ങളുടെ ഭർത്താവിൻ്റെ കഴിവുകേടുമായിരിക്കും. അവൻ പുച്ഛത്തോടെ പറഞ്ഞു. ഡാ, അവർ അവൻ്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് വിളിച്ചു. അടങ്ങ് തള്ളേ, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. വേറെന്തോ ഞാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ ഇവളോട് പറഞ്ഞായിരുന്നല്ലോ. ആ, വല്ലവൻ്റെയും കൊച്ചിനെയും കൊണ്ട് വന്നതായിരിക്കുമെന്ന് അല്ലേ? ഇവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടായാൽ അത് ഈ ജോഷുവയുടെ ആയിരിക്കും. പിന്നെ എൻ്റെ കൊച്ചിനെയും കൊണ്ട് നിങ്ങളുടെ അടുത്ത് വരേണ്ട ഗതികേടൊന്നും ഇവൾക്കൊരിക്കലും ഉണ്ടാകില്ല. ഒരു പക്ഷേ ഞാൻ മരിച്ചു പോയാലും എൻ്റെ പെണ്ണിനും കുഞ്ഞിനും കഴിയാനുള്ളതൊക്കെ എൻ്റെ വീട്ടിലുണ്ട്. നിങ്ങളുടെ അടുത്ത് കയറി വരേണ്ട ഗതികേട് എന്തായാലും എൻ്റെ പെണ്ണിനുണ്ടാകില്ല. അവൻ പറഞ്ഞതും അവൾ നിറകണ്ണുകളോടെ അവനെ നോക്കി. ഇനി മേലാൽ എൻ്റെ പെണ്ണിനെ വിളിക്കുവോ നിങ്ങളുടെ ഈ നാവ് കൊണ്ട് അവളെ എന്തെങ്കിലും പറയുകയോ ചെയ്തെന്ന് ഞാൻ അറിഞ്ഞാൽ നിങ്ങളെ ജയിലിൽ കയറ്റി ഉണ്ട തീറ്റിക്കാനുള്ള മരുന്നൊക്കെ ഈ ജോഷുവയുടെ കയ്യിലുണ്ട്. നിങ്ങളൊരു ജനിയെ മറന്നു കാണില്ലല്ലോ അല്ലേ? നിങ്ങളുടെ പുന്നാര മോൻ ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിഞ്ഞിട്ട് പോയ എൻ്റെ പെങ്ങളാവള്. അവൻ പറഞ്ഞതും അവർ പേടിയോടെ അവനെ നോക്കി. അയാളും ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. പറഞ്ഞേക്കവനോട് എപ്പോൾ അവൻ്റെ ഫോൺ ഓണായാലും അന്ന് ഞാൻ അവനെ പൊക്കിയിരിക്കുമെന്ന് അവൻ കൈകൾ ചൂണ്ടി താക്കീതോടെ പറഞ്ഞു. എന്താ നിങ്ങൾ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അയാൾ ജോയെ നോക്കി ചോദിച്ചു. ജോ ആമിയെ നോക്കി. അതങ്കിൾ ഇച്ചായൻ്റെ പെങ്ങളെ ജിൻസൻ ചേട്ടൻ. അവൾ ബാക്കി പറയാതെ നിർത്തി. എന്താ തങ്ങളെ നോക്കുന്നത്? അവളില്ലാത്തതാണോ പറഞ്ഞത്? നിങ്ങളും അതിന് കൂട്ടുനിന്നില്ലേ? എൻ്റെ പെങ്ങളെ പിച്ചി ചീന്താൻ നിങ്ങൾ കൂട്ടുനിന്നില്ലേന്ന് അവൻ ദേഷ്യത്തോട് ചോദിച്ചു. അതെ, ഞാനാ കൂട്ടുനിന്നത്. ഈ വീട്ടിൽ വെച്ചാ നിന്റെ പെങ്ങളെ എൻ്റെ മോൻ ആസ്വദിച്ചത്. അവർ വല്ലാത്ത ഭാവത്തോടെ പറഞ്ഞു. അയാൾ ഞെട്ടലോടെ അവരെ നോക്കി. അയാൾക്കതൊക്കെ പുതിയ അറിവായിരുന്നു. ജോ വീണ്ടും അവരെ ദേഷ്യത്തോടെ ആഞ്ഞടിച്ചു. അവർ വീണ്ടും കവളിൽ കൈവച്ചുകൊണ്ട് അവനെ ദേഷ്യത്തോടെ നോക്കി. പറത്തള്ളേ, അവൻ എവിടെയാ? മനു ദേഷ്യത്തോട് ചോദിച്ചു. എനിക്കറിയില്ല. അവർ അതേ ദേഷ്യത്തോടെ തന്നെ അവരോട് മറുപടി പറഞ്ഞു. ഇവർക്ക് കിട്ടിയതൊന്നും പോരെന്ന് തോന്നുന്നു. ജോ വീണ്ടും ദേഷ്യത്തോടെ അവരുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. വേണ്ട, മതി, വാ. ആമി അവൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. ഞങ്ങൾക്കറിയില്ല മോനെ, സത്യമാ. കുറേ ദിവസമായി അവൻ ഇവിടുന്ന് പോയിട്ട് ഒരു വിവരവുമില്ല. ഇവിടെ വിളിക്കാറില്ല. നിങ്ങൾ പറഞ്ഞപ്പോഴാ അവൻ ഇതുകൊണ്ടാണ് പോയതെന്ന് മനസ്സിലായത്. അയാൾ ദയനീയമായി പറഞ്ഞു. കാത്തിരുന്നോ നിങ്ങൾ? നിങ്ങൾക്കുള്ളത് പാർസലായിട്ട് ഞാൻ അയച്ചു തരുന്നുണ്ട്. അവൻ കൈ ചൂണ്ടി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവളുമായിട്ട് അവിടെ നിന്നും ഇറങ്ങി. കണ്ടില്ലേ അവൾ പോകുന്നത്? 3 അവന്മാരാണ് കൂടെയുള്ളത്. ഒന്ന് പോയാലും അടുത്തതുണ്ടല്ലോ. നാട്ടുകാരെ നോക്കുന്നത് കണ്ടതും ആമിയെ കുറ്റപ്പെടുത്താനായിട്ട് അവർ ഉറക്കെ പറഞ്ഞു. ജോ അത് കേട്ട് നിന്നു. വേണ്ട, ഇനി പോകല്ലേ പ്ലീസ്. അവൾ അവനെ ഇറുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ കണ്ണുകളടച്ച് ദേഷ്യത്തെ നിയന്ത്രിച്ചു. എന്നാൽ എന്തോ ശബ്ദം കേട്ടതും ജോയും ആമിയും തിരിഞ്ഞു നോക്കി. അവരെ നോക്കി കൈ കുടയുന്ന മനുവിനെയാണ് കണ്ടത്. നിങ്ങൾക്ക് എത്ര കിട്ടിയാലും ഒരു ഉളുപ്പും ഇല്ലല്ലോ തള്ളേ. വീണ്ടും വീണ്ടും ഇരന്ന് വാങ്ങാൻ നിൽക്കുക. നിങ്ങളെ തല്ലിയാൽ നാറുന്നത് ഞങ്ങളുടെ കൈയാണ്. പിന്നെ ഇപ്പോൾ ഇത് തന്നത്. ഇത് ഞാൻ തന്നില്ലെങ്കിൽ പിന്നെ ഞാൻ അവളുടെ ആങ്ങളെയാണെന്ന് പറഞ്ഞു നടക്കുന്നതിൽ ഒരർത്ഥവും ഉണ്ടാകില്ല. നിങ്ങളെപ്പോലെ ആകണം എല്ലാ പെൺപിള്ളേരും എന്ന് ചിന്തിക്കുന്നത് എന്തിനാ? ഇനി നിങ്ങൾ എന്തേലും എൻ്റെ ആമിയെ പറ്റി പറഞ്ഞാൽ ഭിത്തിയിൽ നിന്നും വടിച്ചെടുക്കേണ്ടി വരും നിങ്ങളെ. അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. ചാച്ചാ. ആമി അവനെ നോക്കി ദയനീയമായി വിളിച്ചു. വേണോന്ന് വെച്ചതല്ല മോളെ, ചോദിച്ചു വാങ്ങുവാ ഈ പേട്ടുതള്ള. ഞങ്ങൾ എന്ത് ചെയ്യാനാ? അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് നടന്നു. അവർ ദേഷ്യത്തോടെ അവരെ നോക്കി. മോൻ വിളിക്കുമ്പോൾ പറഞ്ഞേക്ക് അവൻ്റെ അവസാനം ഈ നിഖിലിൻ്റെ കൈകൊണ്ടായിരിക്കുമെന്ന്. എൻ്റെ പെണ്ണിനെ വേദനിപ്പിച്ചതിന്, അവളുടെ സന്തോഷങ്ങൾ കുസൃതികളൊക്കെ ഇല്ലാതാക്കിയതിന് ഇഞ്ചിഞ്ചായി ഞാൻ അവനെ കൊല്ലുമെന്ന്. അവൻ അവരുടെ അടുത്ത് പതിയെ പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് നടന്നു. എല്ലാവരും കേൾക്കാൻ ഞാൻ പറയുക, ഈ നിൽക്കുന്ന തള്ള ഇവളുടെ അമ്മയല്ല. ഇവൾക്കാരുമില്ല. ഇത്രയും നാൾ നിങ്ങളുടെ മുൻപിൽ ഇവളെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിച്ചിട്ട് ഇവളെ ഇവിടെ വേലക്കാരിയെപ്പോലെ നോക്കുമായിരുന്നു ഇവർ.
അവൾ വല്ലവൻ്റെയും കൂടെ പോയി എന്ന് പറഞ്ഞ് നിങ്ങളിനി കഥയിറക്കണ്ട. ഇവളിപ്പോൾ എൻ്റെ ഭാര്യയാണ്. തെക്കേടത്ത് തറവാട്ടിൽ ജോഷുവ ജേക്കബിൻ്റെ ഭാര്യ ആമിയ ജോഷുവ. അവൻ അവളുടെ ടോപ്പിനടിയിൽ കിടന്ന മിന്നെടുത്ത് വെളിയിലേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു. അപ്പോൾ കഥ പറയുമ്പോൾ അവളുടെ ഐഡൻറ്റിറ്റി കൂടെ പറഞ്ഞോ? അവൻ എല്ലാവരെയും നോക്കി പറഞ്ഞുകൊണ്ട് അവളെയും കൊണ്ട് കാറിനടുത്തേക്ക് നടന്നു. കാറിലിരുന്നും ആരും ഒന്നും മിണ്ടിയില്ല. എന്തു പറ്റി മോളെ? നിക്കു ആമയെ നോക്കി ചോദിച്ചു. അത്രയും തല്ലണ്ടായിരുന്നു. അവൾ അവനെ നോക്കി പറഞ്ഞതും ജോ സഡൻ ബ്രേക്ക് ഇട്ട് കാർ നിർത്തി. പിന്നെ ദേഷ്യത്തോടെ തിരിഞ്ഞ് അവളെ നോക്കി. അവൻ നോക്കുന്നത് കണ്ടതും അവൾ മുഖം കുനിച്ചു. പിന്നെ ഇത്രയൊക്കെ കാണിച്ചു കൂട്ടുകയും പറയുകയും ചെയ്ത അവരെ പോയിട്ട് പൂജിക്കാടി ഞാൻ. അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി പറഞ്ഞു. ജോ, നീ വണ്ടി എടുക്ക്, വെറുതെ അവളെ കരയിക്കാതെ. മനു അവനെ നോക്കി പറഞ്ഞു. പിന്നെ അവൾ പറഞ്ഞത് കേട്ടില്ലേ, ഇത്രയും തല്ലണ്ടായിരുന്നെന്ന്. ഇനി നീ ഇതിനെപ്പറ്റി എന്തേലും അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞാൽ അവർക്ക് കൊടുക്കാതെ പോയത് നിനക്കായിരിക്കും ഞാൻ തരുന്നത്. അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. അതോടി കേട്ടതും അവൾ വിതുമ്പിക്കരഞ്ഞു. എന്താ ജോ ഇത്? നീ വണ്ടി എടുത്തേ. മനു ജോയോട് പറഞ്ഞതും അവൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി. എല്ലാവരും സംശയത്തോടെ അവനെ നോക്കി. ആമി അപ്പോഴും മുഖം കുനിച്ചു വെച്ച് കണ്ണുനീർ തുടയ്ക്കുകയായിരുന്നു. നിക്കു, വണ്ടി എടുക്ക്, ജോ അവനെ നോക്കി പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് കാറിൽ നിന്നും ഇറങ്ങി ഡ്രൈവർ സീറ്റിലേക്ക് കയറി. മനു ചിരിയോടെ നേരെയിരുന്നു. ജോ ആമിയുടെ കൂടെ പുറകിൽ കയറി. നിക്കു വണ്ടിയെടുത്തതും ജോ അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. കുറച്ചു കഴിഞ്ഞതും അവർ വീട്ടിൽ തിരിച്ചെത്തി. ആമിക്കുട്ടി എവിടെ പോയതാ? അവൾ വന്നിറങ്ങിയതും അനു ഓടി വന്നുകൊണ്ട് ചോദിച്ചു. എടി, അവളൊന്ന് അകത്തേക്ക് കയറട്ടെ, എന്നിട്ട് ചോദിക്കുക. മനു ചിരിയോടെ പറഞ്ഞു. എന്നാലും ഒരു എക്സൈറ്റ്മെൻറ്റ് ചേട്ടാ, അതുകൊണ്ടാ. അനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആമി, ചെന്ന് നിന്റെ പടകൾക്ക് കഥ പറഞ്ഞു കൊടുക്ക്, ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം. നിക്കു ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടി. അവൾ ജോയെ നോക്കി. അവൻ പോയിട്ട് വരാമെന്ന് കണ്ണുകൊണ്ട് കാണിച്ചതും അവൾ തല കുലുക്കി. എന്നാലും ഞങ്ങളെ കൂടി കൊണ്ടുപോകായിരുന്നു. ഞങ്ങൾക്ക് ഈ മാസമൊന്നും കാണാൻ പറ്റിയില്ലല്ലോ. ചിന്നു വിഷമത്തോടെ പറഞ്ഞു. എന്തായാലും അവർക്കിട്ട് കുറെ കിട്ടിയല്ലോ, എനിക്ക് അത് മതി. ഇനി അവരുടെ വായടഞ്ഞോളും. അനു ചിരിയോടെ പറഞ്ഞു. ഞാൻ പോയിരുന്നെങ്കിൽ ഞാൻ 2 കൊടുക്കായിരുന്നു. കുറേ നാളായി ആ തള്ളയ്ക്ക് 2 കൊടുക്കണമെന്ന് വിചാരിക്കുന്നു. രാവിലെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൂടി ചാടിക്കയറി വന്നേനെ. ചിന്നു പറഞ്ഞതും ആമി ചിരിച്ചു. ഇവർ സംസാരിക്കുന്നത് കേട്ടിട്ടും ഒന്നും മിണ്ടാതിരിക്കുന്ന ജെനിയെ ആമി നോക്കി. അവൾ ആ ലോകത്തൊന്നുമല്ലായിരുന്നു. ജെനി, ആമി അവളെ തട്ടി വിളിച്ചു. എന്തു പറ്റി? ഒന്നുമില്ലടാ. പെട്ടെന്ന് കേട്ടപ്പോൾ എന്തോ പോലെ. ജെനി കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു. ആമി അവളെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. അവൾ ആമിയെ കെട്ടിപ്പിടിച്ച് കുറച്ചു നേരം കരഞ്ഞു. അത് കണ്ടപ്പോൾ എല്ലാവർക്കും വിഷമമായി. വലിയൊരു കെട്ടിടത്തിലെ ഇരുട്ടുമുറിയിൽ കൈകളും വായും ബന്ധിച്ചിട്ടിരിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് വലിയൊരു ഇരമ്പലോടെ ബ്ലാക്ക് കളർ താർ വന്നു നിന്നു. അയാൾ പേടിയോടെ മുൻപിലേക്ക് നോക്കി. അയാളുടെ അടുത്ത് നിന്ന തടിമാടന്മാരായ ആളുകൾ മാറി പുറകിലേക്ക് നിന്നു. ഡ്രൈവർ സീറ്റിൽ നിന്നും ഒരാൾ ഇറങ്ങി. ബ്ലാക്ക് കളർ പാൻറ്റും ബ്ലാക്ക് ടീഷർട്ടുമാണ് വേഷം. ഷർട്ടിന് മുകളിൽ കൂടി ബ്ലാക്ക് ഹുഡി ഇട്ടിട്ടുണ്ട്. അലസമായി കിടക്കുന്ന മുടികളെ മാടി ഒതുക്കിക്കൊണ്ട് അവൻ ബോണറ്റിൽ കയറിയിരുന്നു. പോക്കറ്റിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചുകൊണ്ട് അവൻ ചുണ്ടിലേക്ക് വെച്ചു. ആ ലൈറ്ററിൻ്റെ വെളിച്ചത്തിൽ അവൻ്റെ മുഖം കണ്ടതും അയാളുടെ ശരീരം വിറച്ചു. ജോഷുവ ജേക്കബ്, അയാൾ മനസ്സിൽ പറഞ്ഞു. കോ ഡ്രൈവർ സീറ്റിൽ നിന്നും പുറകിലത്തെ സീറ്റിൽ നിന്നും 2 പേർ ഇറങ്ങി. വിക്രം, ലൈറ്റ് ഓൺ ചെയ്. മനു പറഞ്ഞതും അതിലൊരാൾ ചെന്ന് ലൈറ്റുകൾ ഓൺ ചെയ്തു. എന്താണ് മിസ്റ്റർ വേണുഗോപാൽ, കൂടെ നിന്ന് ചതിച്ചാൽ ഞാൻ അറിയില്ലെന്ന് കരുതിയോ? അതോ എൻ്റെ പപ്പ നിങ്ങളെ വിശ്വസിച്ചതുപോലെ ഞാനും നിങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കുമെന്ന് കരുതിയോ നിങ്ങൾ? അവൻ ദേഷ്യത്തോടെ അയാളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു. അയാൾ നിസ്സഹായതയോടെ അവനെ നോക്കി. മനു അയാളുടെ വായിലെ കെട്ടഴിച്ചു. മോനെ, ഞാൻ നിർത്തടോ. നിങ്ങൾ എന്താ കരുതിയേ? ഈ ജോഷുവ ഓഫീസിൽ നിന്ന് മാറി നിന്നാൽ പിന്നെ എന്തോ കോപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ ചെയ്തു കൂട്ടാമെന്നോ? ഞാൻ അവിടുന്ന് മാറിയാലും നീയൊക്കെ ചെയ്യുന്ന എല്ലാം എൻ്റെ മുൻപിൽ എത്താനുള്ള വഴികൾ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഓഫീസിൽ നിന്നും മാറിയത്. അതുകൊണ്ട് നീ ചെയ്തതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ഇനി എനിക്കറിയേണ്ടത് ഒന്ന് മാത്രമാണ്. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടിയാണ് നീ ആ പ്രോജക്റ്റിൻ്റെ ഫയൽ ഓഫീസിൽ നിന്നും മാറ്റിയത്? അവൻ അയാളുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. അത് ഞാൻ പറയടോ. അവൻ അയാളെ ആഞ്ഞടിച്ചു. അയാൾ കസേരയോടൊപ്പം താഴേക്ക് വീണു. ഞാൻ പറയാം. അയാൾ പറഞ്ഞതും അവൻ ഒരു കസേര എടുത്തിട്ടുകൊണ്ട് അയാളുടെ മുൻപിലേക്കിരുന്നു. ജോർജ് സാർ പറഞ്ഞിട്ടാ നമ്മുടെ കമ്പനിക്ക് ആ പ്രോജക്റ്റ് കിട്ടരുതെന്ന് സാറ് പറഞ്ഞു. ആ ഫയൽ എടുത്തു കൊടുത്താൽ ഞാൻ ചോദിക്കുന്ന പണം തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ. അയാൾ പേടിയോടെ പറഞ്ഞു.
ജോഷുവയുടെ നിയമത്തിൽ കൂടെ നിന്ന് ചതിക്കുന്നവന്മാർക്ക് ഒറ്റ ശിക്ഷയേ ഉള്ളൂ, മരണം. അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. മോനെ പ്ലീസ്, എന്നെ എന്നെ ഒന്നും ചെയ്യരുത്. ഇനി ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല. അതിന് ഇനി അങ്ങനെ ചെയ്യാൻ വേണുഗോപാൽ എൻ്റെ കമ്പനിയിൽ കാണില്ലല്ലോ. അവൻ പുച്ഛച്ചിരിയോടെ പറഞ്ഞു. മോനെ പ്ലീസ്, ഞാൻ ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. എന്നെ ഒന്നും ചെയ്യരുത്. എൻ്റെ ഭാര്യയും മക്കളെയും അനാഥമാക്കരുത്. അയാൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ശരി, ഈ ഒരു തവണത്തേക്ക് ഞാൻ നിങ്ങളെ വെറുതെ വിടാം. പക്ഷേ ഒരു കാര്യം, അവൻ പറഞ്ഞുകൊണ്ട് അയാളെ നോക്കി. അയാളും സംശയത്തോടെ അവനെ നോക്കി. എൻ്റെ കമ്പനിയെ തകർക്കാൻ അയാളുടെ കയ്യിൽ നിന്നും എണ്ണി വാങ്ങിയ ആ പണം മുഴുവൻ നാളെ തന്നെ ഇവിടുത്തെ അനാഥാലയത്തിൽ കൊണ്ടു കൊടുക്കണം. എന്താ പറ്റുമോ? ഞാൻ കൊടുക്കാം. പക്ഷേ എൻ്റെ ജോലി അതെനിക്കറിയേണ്ട കാര്യമില്ല. നാളെ തന്നെ ആ പണം അവിടെ എത്തിയിരിക്കണം. ഇല്ലെങ്കിൽ അവൻ കൈ ചൂണ്ടി പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു. വിക്രം, ഇയാളെ വീട്ടിൽ കൊണ്ടിറക്കിയേക്ക്. ശരി സാർ. ആ പിന്നെ പപ്പ ചോദിച്ചാൽ ഇവിടെ നടന്നതൊന്നും പറയരുത്. നിങ്ങൾക്ക് ആ ജോലി വേണ്ട. നിങ്ങൾ തനിയെ റിസൈൻ ചെയ്തു. അങ്ങനെ വരാവൂ. പറഞ്ഞത് മനസ്സിലായോ? അവൻ പറഞ്ഞതും അയാൾ മനസ്സിലായെന്ന് തലകുലുക്കി. അവൻ അയാളെ നോക്കിക്കൊണ്ട് വണ്ടിയിലേക്ക് കയറി വണ്ടിയെടുത്തു. മനു, അവൻ വിളിച്ചതും മനു അവനെ സംശയത്തോടെ നോക്കി. ആമിയൊന്നും അറിയരുത്, ഒന്നും. പറഞ്ഞത് മനസ്സിലായോ? എന്നെങ്കിലും അവൾ അറിഞ്ഞാൽ? അറിയാൻ പാടില്ല, ഒരിക്കലും. അവളുടെ മുൻപിൽ ഞാൻ എങ്ങനെയാണോ ആ എന്നെ മാത്രമേ അവൾ അറിയാൻ പാടുള്ളൂ. അവൻ പറഞ്ഞതും അവൻ തലകുലുക്കി. ജോ, നിനക്ക് ഇങ്ങനെയൊരു മുഖമുണ്ടെന്ന് വീട്ടിലറിഞ്ഞാൽ? നിക്കു അവനെ നോക്കി സംശയത്തോടെ ചോദിച്ചു. എടാ, എല്ലാവർക്കും രണ്ട് മുഖങ്ങളുണ്ട്. ഒന്ന് ആരും അറിയാത്തൊരു മുഖം, ഒന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു മുഖം. പക്ഷെ എൻ്റെ ഈ മുഖം ആർക്കും അറിയാത്തതല്ല. നിങ്ങൾക്കറിയാലോ. എൻ്റെ കൂടെ എന്തിനു നിൽക്കുന്നത് നിങ്ങളല്ലേ? അതെ, പക്ഷേ നീ ഒറ്റൊരുത്തൻ കാരണം നാട്ടിൽ എത്ര ക്രിമിനലുകളാണടാ മിസ്സിംഗ് ആയിട്ടുള്ളത്. മനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് ജോയും ചിരിച്ചു. നീ എന്നാ വീട്ടിൽ പറയാൻ പോകുന്നത് മറ്റേ കാര്യം? നിക്കു സംശയത്തോടെ ചോദിച്ചു. പറയണം. അതിനു മുൻപ് എനിക്ക് ചെയ്തു തീർക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് അറിഞ്ഞാൽ മതി എല്ലാവരും. അവൻ ചിരിയോടെ പറഞ്ഞു. രാത്രിയായിട്ടും ജോയെ ഒന്നും കാണാഞ്ഞതും ആമി ടെറസിൽ പോയി നിന്നു. രാവിലെ ജോ അവൾക്ക് വേണ്ടി സംസാരിച്ചതും മറ്റും അവളുടെ മനസ്സിൽ കൂടി കടന്നുപോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞെങ്കിലും ചുണ്ടിൽ ചെറു പുഞ്ചിരി ഉണ്ടായിരുന്നു. തൻ്റെ ഇരുവശത്തും ആരോ വന്ന് നിൽക്കുന്നത് പോലെ തോന്നിയതും അവൾ രണ്ടിടത്തേക്കും നോക്കിയൊന്ന് ചിരിച്ചു. അവർ രണ്ടുപേരും അവളുടെ കൈക്ക് മുകളിൽ കൈവച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? നിക്കു അവളെ നോക്കി ചോദിച്ചു. വെറുതെ, ഉറക്കം വന്നില്ല. നിങ്ങൾ എവിടെ പോയതാ? അവൾ സംശയത്തോട് ചോദിച്ചു. ഞങ്ങളൊരു ഫ്രണ്ടിനെ കാണാൻ പോയതാ. മനു അവളെ നോക്കി മറുപടി പറഞ്ഞു. അവൾ മൂളിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. ആരെയാ നോക്കുന്നേ? മനു ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ ആരുമില്ലെന്ന് ചുമലനക്കി. നിന്റെ ചായൻ മുറിയിലേക്ക് പോയി. ഞങ്ങൾ മുറിയിലേക്ക് കയറാൻ നിന്നപ്പോഴാ നീ ഇവിടെ നിൽക്കുന്നത് കണ്ടത്. നിക്കു ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളും പുഞ്ചിരിച്ചു. എങ്കിൽ ഇച്ചായൻ്റെ അടുത്തേക്ക് പോക്കോ, മനു പറഞ്ഞതും അവൾ ചിരിയോടെ മുറിയിലേക്ക് പോയി. മനു, ആമി എല്ലാം അറിയുമ്പോൾ അവൾ ജോയുടെ കൂടെ നിൽക്കുവോ? നിക്കു ആമി പോയതും മനുവിനോട് ചോദിച്ചു. അറിയില്ല. അവളുടെ സ്വഭാവം വെച്ചിട്ട് പെട്ടെന്ന് അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് തന്നെ കണ്ടില്ലേ അവൻ അവരെ തല്ലിയെന്നും പറഞ്ഞ് അവൾ കരഞ്ഞത്. അവൾക്ക് അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോയെന്ന് എനിക്ക് ഉറപ്പില്ല, മനു പറഞ്ഞു. അവൾ മുറിയിലേക്ക് ചെന്നപ്പോൾ അവൻ കട്ടിലിരുന്ന് ഫോൺ നോക്കുകയായിരുന്നു. അവൾ അവൻ്റെ അടുത്തേക്ക് വന്ന് നിന്നതും അവൻ ഫോണിൽ നിന്നും തലയുയർത്തി അവളെ നോക്കി. അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ മടിയിലേക്ക് ഇരുത്തിക്കൊണ്ട് അവളെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു. അവൻ പുരികം പൊക്കി ചോദിച്ചതും അവൾ അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ടുകൊണ്ട് അവനെ ഇറുക്കി പിടിച്ചു. കുറച്ചു നേരം അങ്ങനെ ഇരുന്നതിന് ശേഷം അവൾ അവൻ്റെ മുഖം മുഴുവൻ കരഞ്ഞുകൊണ്ട് ചുംബിച്ചു.